ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ബന്ധത്തിലൂടെയാണ് എനിക്ക് മരണമില്ല എന്ന കവിതയുടെ പ്രധാനപ്പെട്ട ഇന്നർ മീനിങ് ആയിട്ട് പോകുന്നത്. അതിന് വീണ്ടും പറയണമെങ്കിൽ സൗരയൂഥത്തെ പറ്റി, നക്ഷത്രങ്ങളെ പറ്റി, സൂര്യനെ പറ്റിയാണ് അദ്ദേഹം എഴുതിയത്. അതിന് കൂടെ തന്നെ മനുഷ്യന്റെ മനസ്സിനെ പറ്റി അദ്ദേഹം അതിനെ റിലേറ്റഡ് ആയിട്ട് എഴുതുന്നു. അപ്പൊ പ്രകൃതി ശാസ്ത്രവുമായി മനുഷ്യനുമായി, അപ്പൊ പ്രകൃതി ശാസ്ത്രവും മനുഷ്യശാസ്ത്രവും രണ്ട് മനുഷ്യനെ മനസ്സിന്റെ ശാസ്ത്രവും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എനിക്ക് മരണമില്ല എന്ന കവിത തയ്യാറാക്കിയത്. ഓക്കെ. പിന്നെ ചക്രവാളത്തെ സർവോപരി സർവോപരി അവനവനെ കുറിച്ച് തന്നെ, അതായത് തന്നെ പറ്റിയാണ്, തൻ്റെ സ്വയം പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തെ പറ്റിയാണ് വയലാർ രാമവർമ്മ ഈ കവിതയിലൂടെ പറയുന്നത്. ഓക്കെ. പിന്നെ കുതിരക്കുളമ്പടി ഇടയ്ക്കിടയ്ക്ക് കുതിരപ്പുറത്തുനിന്ന് ആ വരി മിസ് ചൊല്ലിയപ്പോൾ നിങ്ങൾ കേട്ടതല്ലേ. ഈ ലോകമാകെ നടുങ്ങുമ്പോൾ നീലാകാശത്തെ നക്ഷത്രമേ നിന്റെ വിളറിയ മുഖമൊന്നു കാണട്ടെ ഞാൻ, നിന്റെ നാട്ടിലെ തുളസിക്കൊടി തോപ്പിൽ നിന്നും നീ നുള്ളിക്കൂട്ടുന്ന പിഞ്ചു വെറ്റിലകളും ചൊവ്വയിലുണ്ടാകുന്ന ചുവന്ന അടയ്ക്കയും ആകാശത്തിന്റെ ചെങ്കനൽ ചൂളയിൽ നീറ്റിയെടുത്ത ചുണ്ണാമ്പും ചന്ദ്രനാകുന്ന വെള്ളിക്കിണ്ണത്തിൽ നീട്ടിക്കൊണ്ട് നീ നൃത്തം വെക്കുമ്പോൾ ഞാൻ എന്നും അത് സ്വീകരിക്കാറുണ്ട് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ വയലാർ രാമവർമ്മ പറയുന്നത് അല്ലേ. വിശ്രമമില്ലാതെ പാഞ്ഞു പോകുന്ന എൻ്റെ ഈ കുതിര കാലമാണെന്ന് നീ അറിയുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വരികളിൽ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വരിയുണ്ട്, കുതിരപ്പുറത്തേറി ഞാൻ പോകവേ. അപ്പൊ കുതിരയായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ, അശ്വം എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നത്. അശ്വം എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. അപ്പൊ കുതിരയെ എന്തിന്റെ ഉപമയായിട്ടാണ് പോലെ, എന്തിനെ പോലെയാണ് കുതിര? കാലത്തെയാണ് നമ്മുടെ കവി കുതിര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുതിര നീ കാലമാണെന്ന് അറിയുക, സ്നേഹമാകുന്ന തീജ്വാലയാണ് അതിൻ്റെ ചൈതന്യം. എന്താണ് അതിൻ്റെ മുഖത്തെ ചൈതന്യം? കുതിര നല്ല ചൈതന്യമുള്ള അശ്വമാണ്. എന്താണ് അതിൻ്റെ അശ്വ? തീജ്വാല. സ്നേഹമാകുന്ന തീജ്വാല കൊണ്ട് അത്രയും വർണ്ണാഭമാണ് ആ കുതിരയുടെ മുഖം. അത് കാലമാണ്, കാലത്തെയാണ് കുതിരയുമായി റിലേറ്റഡ്. അതിലും കവികളൊക്കെ എഴുതുമ്പോൾ എന്തിനോ പോലെ ഉപമ എന്നുള്ള സംഭവം പോലും ഉപയോഗിക്കൂലേ, അത് വയലാറിൽ ഉപയോഗിച്ചത് കുതിരയെ പറ്റിയാണ്. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറിത്തുള്ളി ചാട്ടവാർ ഇളകുമ്പോൾ നടുങ്ങിപ്പോകുന്ന കുളമ്പടിയിൽ നിമിഷങ്ങൾ പായുമ്പോൾ കവി ആകാശത്ത് വിളറിയ താരങ്ങളുടെ മുഖമാണ് കാണുന്നത്. കുതിരപ്പുറത്തേറി കവി സ്പീഡിൽ പോകുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ വിളറിയ നക്ഷത്രങ്ങളെയാണ് കാണുന്നത്. ഞാൻ നിന്റെ അടുത്ത് ഉറപ്പായും എത്തുമെന്ന് നക്ഷത്രങ്ങളോട് പറയുന്നു. നക്ഷത്രങ്ങൾ അപ്പം മരിച്ചിട്ട് ആകാശത്തേക്ക് പോകും, അങ്ങനെ എന്തോ ഒരു ഹ്യൂമാനിസത്തിലാണ് പറയുന്നത്. ആ നല്ല നാളിനായി നീ കാത്തിരിക്കുമെന്നും കവി പറയുന്നു. ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ വിശ്വസിക്കുന്ന കവിയാണ് നമുക്ക് ഈ വരികളിൽ കാണാൻ കഴിയുന്നത്. അപ്പൊ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ നല്ല വിശ്വാസമാണ് കവിക്ക് അല്ലെ. ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ കവി സന്തോഷവാനാണ്. ലോകത്തെ കീഴടക്കാനുള്ള ആവേശം കവിയുടെ വാക്കുകളിലുണ്ട്. കാലമാണ് വിശ്രമമില്ലാത്ത പായുന്ന തൻ്റെ കുതിര. ആരാണ്? ചിലപ്പോൾ വൺ വേർഡിന് ചോദ്യം വരും, ആരാണ് വയലാർ രാമവർമ്മ കുതിരയെ ഉദ്ദേശിക്കുന്നത്? എന്തിനെയാണ്? അപ്പോൾ എന്തിനെ സൂചിപ്പിക്കുന്നത്? കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ പരസ്പര സ്നേഹവും കവി ചേർത്ത് വെക്കുന്ന വാക്കുകളാണ്. മനുഷ്യവർഗത്തിന്റെ പുരോഗതിയിൽ അഭിമാനിക്കുന്ന കവി തുടർന്ന് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമായി മനുഷ്യനെയാണ് സ്ഥാപിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിശക്തിയെയും അദ്ദേഹം പ്രകീർത്തിക്കുന്നു. ഓക്കെ. മനുഷ്യന്റെ ബുദ്ധിശക്തി ശാസ്ത്ര പുരോഗതിയിൽ വിശ്വസിക്കുന്ന കവിയാണ് വയലാർ. മനുഷ്യന് വേണ്ടി വിജയഗാനം. അപ്പൊ അവസാനം നമ്മൾ ആസ്വാദനക്ക് ഒരു കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ മനുഷ്യന് വേണ്ടി വിജയഗാനം രചിക്കുകയാണ് അദ്ദേഹം. ഏഷ്യയിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിൽ എവിടെയും മനുഷ്യാധ്വാനത്തിന്റെ ശാശ്വത വസന്തം വിടരും. അത് ലോകത്തിൽ എവിടെയാണെങ്കിലും മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഈ ഒരു ശാശ്വത ഗാനം അല്ലെങ്കിൽ ശാശ്വത വസന്തം എന്നും വിടർന്നു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മുടെ ONV എനിക്ക് മരണമില്ല എന്ന കവിത നിർത്തുന്നത്, അവസാനം പറയുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? പൂക്കളം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് മരണമില്ല എന്നുള്ള കവിത മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി മിസ് ജസ്റ്റ് ഒന്നായിട്ട് പറയാം. എനിക്ക് മരണമില്ല എഴുതിയത് നമ്മുടെ വയലാർ രാമവർമ്മയാണ്. അത് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതണം. വയലാർ രാമവർമ്മ നമ്മുടെ മലയാളിയും മനസ്സിൽ സൂക്ഷിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കവിയാണ് നമ്മുടെ വയലാർ രാമവർമ്മ. അദ്ദേഹം സിനിമാ ഗാനരചയിതാവ് എന്ന നിലയിലാണ് നമ്മുടെ മലയാളത്തിൽ തിളങ്ങി നിന്നത്. അദ്ദേഹത്തിൻ്റെ 1300ഓളം മലയാള സിനിമകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, സ്വന്തമായിട്ട് ഗാനം രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനരചയിതാവ് എന്ന നിലയിലായിരിക്കും ഏറ്റവും കൂടുതലും അറിയപ്പെടുന്നത്.
പിന്നെ വയലാർ രാമവർമ്മ കാൽപ്പനികതയെക്കുറിച്ച് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ മനുഷ്യൻ്റെ സ്നേഹത്തെയാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കുറേ മിസ് വായിച്ചു. അപ്പോൾ അതൊന്നോ രണ്ടോ എഴുതിയെടുക്കുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ എഴുതുക, വയലാർ രാമവർമ്മയ്ക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എത്രയോ രാഷ്ട്രപതിയിൽ നിന്ന് എത്രയോ പുരസ്കാരങ്ങൾ വാങ്ങിയ കവിയാണ് വയലാർ രാമവർമ്മ. പിന്നെ അദ്ദേഹം ഈ വിപ്ലവ സൂര്യനെ പറ്റി, അതായത് എപ്പോഴെങ്കിലും ഒരു മാറ്റം വേണം, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ, നമ്മൾ സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ കവികളിൽ, ചങ്ങമ്പുഴ ആണെങ്കിലും വയലാറിൻ്റെ കാലഘട്ടം. അപ്പോൾ പിന്നെ വിപ്ലവങ്ങൾക്ക് വേണ്ടി, സഖാക്കൾക്കൊക്കെ വേണ്ടി, പിന്നെ മുന്നിലൊരു സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം നമുക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവ സഖാക്കൾക്ക് വേണ്ടിയിട്ട് വരികൾ പ്രത്യേകം തന്നെ എഴുതി കൊടുക്കുന്ന ആളാണ് നമ്മുടെ വയലാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിപ്ലവത്തെ പറ്റിയും സഖാക്കൾക്ക് വേണ്ടിയിട്ടും കുറേ വരികൾ രചിച്ച ആളാണ് വയലാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്ത് കണ്ടന്റ് എഴുതുക. ആസ്വാദനക്കുറിപ്പിലെ കണ്ടന്റിലേക്ക് വരികയാണ്. കണ്ടന്റിൽ എന്താ കൊടുക്കേണ്ടത്? കുതിരപ്പുറത്ത് ഏറിടുന്നു എന്ന വരികളാണ് ഇതിൽ കൂടുതലും ആവർത്തിക്കുന്നത്. കാരണം കുതിരപ്പുറത്ത് പോകുന്നത് കാലത്തെയാണ് അദ്ദേഹം ഉപമിക്കുന്നത്, മനുഷ്യന്റെ അധ്വാനത്തെയാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ പ്രകൃതിയെയും മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് മരണമില്ല എന്ന കവിത മുന്നോട്ട് പോകുന്നത്. മരണമില്ല, പക്ഷെ ശാസ്ത്രത്തെ അദ്ദേഹം വിശ്വസിക്കുന്നു. കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങളോട് അദ്ദേഹം എന്ത് പറയുന്നു? ഞാൻ മരിച്ചത് നിങ്ങളുടെ അടുത്തെത്താണ്, ആകാശത്തേക്കാണ് വരുന്നത്, പിന്നെ നക്ഷത്രങ്ങൾ നിങ്ങൾ കാത്തിരിക്കൂ എന്നൊക്കെ നക്ഷത്രങ്ങളോട് പറയുന്നു. കൂടാതെ സൂര്യനെ പറ്റി അദ്ദേഹം ഉപമിച്ച് പറയുന്നു, സൗരയൂഥത്തെ പറ്റി അദ്ദേഹം ഉപമിച്ച് പറയുന്നു, ചന്ദ്രനെ പറ്റി പറയുന്നു, അല്ലെ നക്ഷത്രങ്ങളെ പറ്റി അദ്ദേഹം ഉപമിച്ച് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒറിജിനൽ ശാസ്ത്രത്തെ പറ്റിയും മനുഷ്യ മനസ്സിനെ പറ്റിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് ആവർത്തിച്ച് പറയുന്നത്? നമ്മുടെ പിന്നെ വയലാർ രാമവർമ്മ ആവർത്തിച്ച് പറയുന്നത്. അതപ്പോൾ ഈ 3-4 പാരഗ്രാഫായിട്ടോ. ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കേണ്ട എന്താണ്? മനുഷ്യന്റെ അധ്വാനവും മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനെയാണ് അദ്ദേഹത്തിന് എല്ലാ കൃതികളിലും മുന്നോട്ട് പോകുന്നത്. കൂടാതെ അദ്ദേഹം എഴുതിയ ഗാനം രചിച്ചു എന്ന് പറഞ്ഞല്ലോ, സിനിമക്ക് വേണ്ടിയിട്ട് കുറേ ഗാനങ്ങൾ രചിച്ച ആളാണ് വയലാർ രാമവർമ്മ. അതുകൊണ്ട് തന്നെ സിനിമയിലെ നായകനും നായികയും തമ്മിലുള്ള മനുഷ്യർ ആണല്ലോ അവര്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെയാണ് അദ്ദേഹം കൂടുതൽ എന്താക്കി മാറ്റിയത്? ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കിയത്. പരസ്പരം എന്തുണ്ടാവാൻ പാടില്ല? വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ പരസ്പര കലഹങ്ങളോ അക്രമങ്ങളോ ഒന്നും ഇല്ലാതെ നല്ലൊരു ലോകം സ്വപ്നം കണ്ട ഒരാളായിരുന്നു വയലാർ രാമവർമ്മ. അദ്ദേഹം നല്ല ഈണത്തിലും താളത്തിലൊക്കെ അത് ഗാനം രചിച്ച് അതെങ്ങനെ ചൊല്ലണം, അതെന്താണ് അതിൻ്റെ വരികൾ, നല്ല വയലാർ എഴുതിയ എത്രയോ പാട്ടുകൾ നമുക്കറിയില്ല. കേരളത്തെ പറ്റി ഇഷ്ടം പോലെ വരികൾ അത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിത, തെങ്ങിൻ തോപ്പ്, കായൽ, പുഴ, നക്ഷത്രങ്ങൾ, പൂക്കൾ, പൂന്തോട്ടം, പിന്നെ അങ്ങനെയുള്ള ഈ കവികളുടെ മുന്നിൽ എല്ലാം കവിതകൾക്കുള്ള ഫോക്കസ് ചെയ്യുന്ന സംഭവങ്ങളാണ് മുന്നിൽ കാണുന്ന, ചുറ്റുപാട് കാണുന്ന എന്തും. പക്ഷെ വയലാറിന് ഒരു പ്രത്യേകതയുണ്ട്, സിനിമകളിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഈ വയലാറിൻ്റെ കാര്യങ്ങൾ മിസ് ക്ലാസ് പറഞ്ഞതില്ലേ, കുതിരപ്പുറത്ത് ഏറിപ്പോകുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുതിരയാണ് കൂടുതൽ ഇതിൽ ആവർത്തിക്കുന്നത്. കാലം എന്നെയും കൊണ്ട് സ്പീഡിൽ മുന്നോട്ട് പോകുന്നു, ഞാനും മരണപ്പെടും, അല്ലാതെ മരിക്കാതിരിക്കുന്നൊന്നും പറയുന്നില്ലേ. അങ്ങനെ ശാസ്ത്രത്തിൽ ഒരു മനുഷ്യൻ ഇത്ര വയസ്സിൽ മരിക്കും, അതൊരു ശാസ്ത്ര സത്യമാണ്. അതിനോട് അനുകൂലിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ പറ്റി ഉപമിച്ചുകൊണ്ടുള്ള കവിതകളൊക്കെ രചിക്കുന്നത്. അപ്പൊ ശാസ്ത്രത്തിൽ വിശ്വസിച്ച് ശാസ്ത്രത്തെയും മനുഷ്യന്റെ മനസ്സിനെയും ഒരുപോലെ കണ്ട ഒരാളായിരുന്നു നമ്മുടെ വയലാർ രാമവർമ്മ. അപ്പൊ ഈ ഒരു കവിതയും കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ കവിത ഉള്ളത് ഉപ്പ് എന്ന കവിതയാണ്. എന്താ ഉപ്പ് എന്ന കവിതയെന്ന് നമുക്ക് പരിചയപ്പെടാം അല്ലെ. ഉപ്പ് എന്ന കവിതയില് പിന്നെ അപ്പോ ONV കുറുപ്പ് ഉപ്പ് എഴുതിയത് ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിതയാണ് നെക്സ്റ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഉപ്പ് എന്ന കവിതയിൽ എന്താണ് ഉപ്പ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഉപ്പ് ഇപ്പോഴേ നമ്മൾ ഉപയോഗിക്കുക. ചില ആളുകൾ ചോറ് തിന്നുമ്പോൾ ഉപ്പ് ഉണ്ടെങ്കിലും കുറച്ച് ഉപ്പൊന്നും എടുക്കുന്ന അറിയില്ലേ. പിന്നെ കല്യാണ സദ്യയിലൊക്കെ ഉപ്പ് വിളമ്പുമ്പോൾ കുറച്ച് ഇലനട ഒരു കുറച്ച് ഉപ്പ് എന്തായാലും വിളമ്പും. ചില ഇതിലൊക്കെ അധികം 96% ഒരു സ്പൂണിൽ കുറച്ച് ഉപ്പ് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഉപ്പിന് എന്തുകൊണ്ടാണ് ONV ഇത്രത്തോളം ഒരു കവിതയിലേക്ക് കൊണ്ടുവന്നത്? എന്തുകൊണ്ട് ഇതിന് ഹെഡിങ് ഉപ്പ് എന്ന് കൊടുത്ത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ഉപ്പ് എന്ന കവിത മിസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം അല്ലെ. കവിത ഒന്ന് വായിക്കാം. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പത്തൻ പൂവ് പോലിത്തിരി ഉപ്പ്. ഫസ്റ്റിലെ വരിയാട്ടെ, ശ്രദ്ധിക്കുക. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പത്തൻ പൂവ് പോലിത്തിരി ഉപ്പ് തരിയെടുത്ത് ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ
തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. എന്താ പറയുന്നത്? ഉപ്പു ചേർത്താലേ രുചിയുള്ളൂ. ഇത് സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ വാരി കോരിയെടുക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്. ഉപ്പ് ചേർത്താലേ രുചിയുള്ളൂ, കഞ്ഞിയിൽ ഉപ്പ് വേണം, ഉപ്പ് വീണലിഞ്ഞ് മറഞ്ഞു പോവും മട്ടിൽ എന്നുണ്ണി, നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിൽ ഒരു നാൾ മറഞ്ഞു പോവും. നിൻ മുത്തശ്ശിയും ഒരു നാൾ നിന്ന നിൽപ്പിൽ മറഞ്ഞു പോവും, എങ്കിലും എന്നിലെ ഉറപ്പായി ഇരിക്കുമീ